കരിവെള്ളൂരിലെ പഴയ പാലത്തിന് വയസ്സ് 72 ആകുന്നു. 1952-ലാണ് വെള്ളൂർ പുഴ എന്നുകൂടി അറിയപ്പെടുന്ന കുണിയൻ പുഴയ്ക്ക് കുറുകെ ആദ്യമായി ദേശീയപാതയിൽ ഈ പാലം നിർമ്മിക്കുന്നത്. പഴയ ഓർമ്മകൾ ഓർമ്മിപ്പിച്ച ഈ പാലം ഇപ്പോഴും ഉടവുകളേതുമില്ലാതെ നിലകൊള്ളുകയാണ്. ഈ കരിവെള്ളൂര് പാലത്തര എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള പാലത്തെ നമ്മൾ വെള്ളൂർ പാലം എന്നാണ് പൊതുവെ പറയുന്നത്. കുണിയൻ പുഴയാണത്, അതിനെ വെള്ളൂർ പുഴ എന്നും വിളിക്കാറുണ്ട്. അവിടെയുള്ള ഒരു പഴയ പാലം ഇപ്പോൾ അവിടെ ഉണ്ട്. ആ പാലത്തിൽ കൂടി ഇപ്പോൾ ഗതാഗതമില്ല. അതായിരുന്നു ദേശീയപാതയിലെ ഈ വെള്ളൂർ പുഴക്കുള്ള പാലം എന്ന് പറയുന്നത്. ഈ പാലം 1952-ലാണ് അതിൻ്റെ പാലത്തിൻ്റെ പണിയെടുത്ത് അത് പൂർത്തിയാവുന്നത്. അപ്പോൾ അന്ന് ആ പാലത്തിൻ്റെ ഫോട്ടോ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ആ ഫോട്ടോ എടുത്ത പൂക്കോട്ട് ഇബ്രാഹിം എന്ന് പറയുന്ന നല്ല വിദഗ്ധനായ ക്യാമറാമാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനുമായ പൂക്കോട്ട് ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ ഈ ചിത്രം പകർത്തുകയുണ്ടായി. നിരവധി അപൂർവ ചിത്രങ്ങൾ ആ പാലം പണിക്ക് ശേഷം വാഹനങ്ങൾ, ബസ്സും കാറ് ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആദ്യം കരിവെള്ളൂരിലേക്ക് ആ പാലം വഴി വന്ന ആമക്കാരന് സ്വീകരണം കൊടുക്കുന്ന ചിത്രം ഇബ്രാഹിച്ച എന്ന് ഞങ്ങൾ വിളിക്കുന്ന പൂക്കോട്ട് ഇബ്രാഹിം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ പണി അങ്ങനെ എടുക്കുന്നുണ്ട്. 7 പതിറ്റാണ്ടുകൾക്കപ്പുറമുള്ള കഥകൾ ഓർമ്മിപ്പിച്ച് കരിവെള്ളൂർ പാലത്തരയിലെ പഴയ പാലം ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. കാലത്തിന്റെ അനിവാര്യമായ മാറ്റത്തിൽ ദേശീയപാതയിൽ പുതിയ പാലം വരുമ്പോഴും പഴയ പാലത്തിന് കേടുപാടുകളൊന്നുമില്ല. 1952-ലാണ് ദേശീയപാതയിൽ വെള്ളൂർ പുഴ എന്നുകൂടി അറിയപ്പെടുന്ന കുണിയൻ പുഴയ്ക്ക് കുറുകെ ആദ്യമായി ഈ പാലം നിർമ്മിക്കുന്നത്. അതിനു മുമ്പ് കരിവെള്ളൂരുകാർ പുഴ കടന്നത് നടന്നു തന്നെയായിരുന്നു. തെക്കുനിന്നും ആളുകൾ വന്നാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അങ്ങനെ വന്നൊരാളാണ് വെള്ളൂരിലും മറ്റും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആദ്യമായി വിതറിയതെന്നും പറയപ്പെടുന്നു. ഏതായാലും ഈ പാലം വന്നതിനു ശേഷമാണ് കരിവെള്ളൂരിൽ ആദ്യമായി കാറും വാനും ബസ്സും എത്തിത്തുടങ്ങിയത്. അങ്ങനെ കരിവെള്ളൂരിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് പാലത്തിന്. ഒരുപക്ഷെ നമ്മളറിയാത്ത ഒരുപാട് കഥകൾ ഇനിയും ഈ പാലത്തിന് പറയുവാനുമുണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.